ഹലോ അസ്സാം വലൈക്കും. ജയ്ത്തുവിൻ്റെ 46ാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 9 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇന്നിങ്ങനെ ഒരു എന്താ പറയുക ലെങ്ത് വീഡിയോ ഇടുന്നത്. ഷോർട്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒരു 1-2 മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മോണിറ്റൈസേഷനിലായി കഴിഞ്ഞപ്പോൾ മെയിനായിട്ടുള്ള ചിന്ത എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്തായാലും ഒരു 2-3 ഡേയ്സ് കൂടുമ്പോൾ വീഡിയോ ഇടണം, ലെങ്ത് വീഡിയോ ഇടണം, ഡെയിലി ഷോർട്ട്സ് ഇടണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇതെങ്ങനെ പോയാലും ഒരു 7 ദിവസം 8 ദിവസത്തെ ഒരു ടൈം പീരീഡ് എടുത്തിട്ടാണ് ഞാൻ ഒരു ലെങ്ത് വീഡിയോ എങ്ങനെയെങ്കിലും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ കൂട്ടി ഇണക്കിയിട്ട് മൊത്തത്തിലൊരു വ്ളോഗ് ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു 11 മിനിറ്റിൻ്റെ കുഞ്ഞ് വീഡിയോ ആണ്, ആരും സ്കിപ്പൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കണ്ണൂർ ഇതിന് പറയുന്നത് പല പേരുണ്ട് കേട്ടോ. ഇതെന്താ പേര് എന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. മുട്ട സിർക്കി എന്ന് പറയുന്ന ആളുണ്ട്, വെള്ളയപ്പം എന്ന് പറയുന്ന ആളുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു അപ്പുണ്ടാ, ഇതിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. സംഭവം പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മളെ ചോറും കൂട്ടി അരച്ചിട്ട് ചുടുന്ന സിമ്പിളായിട്ടുള്ള അപ്പമെന്ന്. അപ്പോൾ പേര് എനിക്ക് ശരിക്കറിയില്ല. നമ്മളെ നാട്ടിലിങ്ങനെ വെള്ളയപ്പം, മുട്ട സിർക്ക അങ്ങനത്തെ കുറച്ച് പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ, ഉണ്ടാക്കലുണ്ടോ, എന്താ പേരെന്നുള്ളതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഇത് പ്രസവരക്ഷാ ലേഹ്യമൊന്ന് ഞാൻ സ്റ്റാറ്റസും സ്റ്റോറിയിലിട്ടപ്പോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്താണെന്ന്. അതിനും ഇതുപോലെ കുറേ പേരുണ്ട്. കാരണം ബന്ധമരുന്ന് എന്ന് പറയുന്നേക്കാം, കർക്കിടക മരുന്ന് എന്ന് പറയുന്നേക്കാം, പ്രസവരക്ഷാ ലേഹ്യം എന്ന് പറയുന്നേക്കാം, വീണ്ടും ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് പേര്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു സെയിലുണ്ടായിന്. സേറമോൾ ഇതാ പതിവ് പോലെ തന്നെ പല രീതിയിൽ കുരുത്തക്കേട് കളിക്കുന്നുണ്ട് കേട്ടോ. ആ കഞ്ഞിലെടുത്ത് തലയിൽ ഫുള്ള് മറിച്ചിട്ട് കൊളാക്കുന്നുണ്ട്. ഓളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ട് കേട്ടോ വീഡിയോ കാണാതിരിക്കുമ്പോൾ. ഓളെ മാത്രമല്ല അന്യം തന്നെ മേ ബി ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സാധാരണ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരു ലോക്കൽ ചാനലായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഇതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു 5-6 ദിവസം വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഇത്രയും നല്ലോണം എൻക്വയറീസ് വരും. എല്ലാവരും ഇത് എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഫോൺ വിളിക്കുന്നതും വാട്സപ്പ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച എല്ലാവരും പോലെ ഇങ്ങനെ കണ്ടുപോകുന്നതല്ലേ. പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഒരുപാട് ആൾ വിളിച്ചിട്ട് കാലിന് സുഖമായ എന്തുണ്ട് അവസ്ഥ, വീഡിയോ ഒന്നും കാണുന്നില്ല, നിങ്ങൾ ഇടായിട്ടാണോ, നമുക്ക് നോട്ടിഫിക്കേഷൻ വരായിട്ടാണോ, എന്താണെന്നെല്ലാം ചോദിച്ചിട്ട് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാവരോടും ഒത്തിരി താങ്ക്സ് ആദ്യം തന്നെ പറയുന്നു. പിന്നെ സംസാരിച്ച് വീഡിയോ എവിടെയോ എത്തിയല്ലോ എന്ന് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇതെല്ലാം ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് തന്നെയാണ് കേട്ടോ. കട്ട്ലേറ്റും സമൂസയും എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നല്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന പോലെ കായയുടെയും റോളും കട്ട്ലേറ്റും എല്ലാം ആയിട്ടുള്ള മിക്സിങ് ആയിട്ടുള്ള ഓർഡേഴ്സാണ്. അത് കുറേ ഫ്രൈ ചെയ്തതുണ്ട്, കുറേ ഫ്രൈ ചെയ്യാത്തതുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് റോള് ഉണ്ടാക്കി വെച്ചത് കുറേ പാക്ക് ചെയ്യാനുണ്ടായിന്. പിന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കട്ട്ലേറ്റ്സും കാര്യങ്ങളെല്ലാം ഇതുപോലെ ബോക്സിൽ നന്നായിട്ട് സൂക്ഷിക്കാനുണ്ടായിന്. ഈ ഫ്രീസറിൽ കടി സൂക്ഷിക്കുമ്പോൾ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും മെയിനായിട്ട് എനിക്ക് തോന്നുന്നു സമൂസയും തോന്നുന്നു. ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സമൂസ പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊരു കവറിലോ അല്ലെങ്കിൽ ഒരു മൂടിയുള്ള എന്തെങ്കിലും അടച്ചു വെക്കുന്ന രീതിയിൽ തന്നെ ഫ്രീസ് ചെയ്യാൻ സൂക്ഷിക്കണം. കാരണം പിന്നെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഐസിൻ്റെ പ്രത്യേകത ഒന്നറിയില്ല. ഒറ്റ ദിവസം ഞാൻ ഒരു 2-3 പ്ലേറ്റ് സമൂസ ഉണ്ടാക്കിയിട്ട് തുറന്നിട്ടിന്, അത് അടച്ചു വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിന്. അത് പിറ്റേന്നാകുമ്പോഴേക്ക് എല്ലിൻ്റെയും തൊലി പൊട്ടിയിട്ട് അത് സെയിൽ ചെയ്യാൻ കഴിയാത്ത രൂപത്തിലായിപ്പോയിന്. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. സമൂസൻ്റെ ഷീറ്റ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ബാക്കിയുള്ളതൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല. സമൂസ അപ്പോൾ ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ആയിക്കാൻ അടച്ച് വെക്കുക, അല്ലെങ്കിൽ നല്ലൊരു കവറിൽ എയർ ടൈറ്റ് ആയിട്ട് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ കവറിൻ്റെ മുകളിൽ ഞാനിങ്ങനെ 35-20 എന്നുള്ള എഴുതിയെന്ന് വെച്ചാൽ 2-3 സ്ഥലത്തേക്കുള്ള ഓർഡറാണ്. അപ്പോൾ മൊത്തത്തിൽ പാക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ വീഡിയോ ഫോട്ടോ എല്ലാം എടുക്കൽ കഴിഞ്ഞാൽ 30 കൊടുക്കേണ്ടാക്കി 25 കൊടുക്കും, 25 കൊടുക്കേണ്ടാക്കി അങ്ങനത്തെ അവസ്ഥയായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റിക്കറിലെല്ലിനും ഒരു 30-35 നിലയിൽ നമ്പർ എഴുതി വെച്ചാണ്. അതാകുമ്പോൾ ലാസ്റ്റ് ഞാൻ എഴുതി വെച്ച ഓർഡർ നോക്കിയിട്ട് കൊടുത്താൽ മതിയല്ല. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു നല്ല ഫ്ലേവറുള്ള ഒരു ചിക്കൻ കറിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്ന നല്ലൊരു കുക്കിംഗ് ചാനലാണ് കേട്ടോ. മറ്റേ കട്ടിംഗ് ബോർഡ് ബൈ നാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണലുണ്ടാവും. നല്ല സംസാരവും നല്ല എല്ലാം കൊണ്ടും നല്ലതാണ്. കുക്കിങ്ങെല്ലാം ആര് കണ്ടാലും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള കുക്കിങ്ങാണ്. അപ്പോൾ അവർ നല്ലൊരു പെപ്പർ ചിക്കൻ ആക്കുന്ന പറഞ്ഞിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായതാണ്. പിന്നെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു ജിമ്മിന് പോകുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും കഴിക്കലില്ല. എഗ് വൈറ്റും കാര്യങ്ങളല്ലേ കഴിക്കലുള്ളൂ. പിന്നെ കുറച്ച് ദിവസം കൂടിയിട്ട് ഇതാക്കണമെന്ന് ആഗ്രഹിച്ച് നിന്നുകൊണ്ടാക്കിയതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ സാലഡും എഗ് വൈറ്റിലും തന്നെ കഴിച്ചിട്ട് പോടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു നല്ലൊരു പെപ്പർ ചിക്കനെല്ലാം ഫ്രണ്ടിൽ വെച്ചിട്ട് അതിന് കുബൂസെല്ലാം കൊടുത്താൽ ആരായാലും കഴിച്ചു പോകില്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചിക്കൻ കറിൻ്റെ ഭംഗി കണ്ടിട്ട് ആരെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ റെസിപ്പി ഇൻഷാല്ല അടുത്ത ചിക്കൻ വാങ്ങലിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും ഒരു തവണയും കൂടി ആക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമല്ലോ, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിന്.
പിന്നെ കുബൂസ് ചപ്പാത്തിൻ്റെ കൂടെ നല്ലൊരു എന്താ പറയുക നല്ലൊരു കോമ്പിനേഷൻ തന്നെ. പിന്നെ അതിൻ്റെ ഒറിജിനൽ വേണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ചാനൽ തന്നെ പോയി നോക്കിയാൽ മതി. ഇനി ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഈ കായടൊക്കെ വേണ്ടി പഴം ഉടക്കാൻ പൊതുവേ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് എടുത്ത് ഉടക്കലാണ്. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ പാപ്പൻശ്ശേരി ഇപ്പോൾ കാട്ടിലപ്പള്ളി വന്നപ്പോൾ 20 രൂപക്ക് കിട്ടിയതാണ്. വെറുതെ ഒന്ന് വാങ്ങി നോക്കിയത്. പക്ഷെ നല്ല യൂസ്ഫുൾ ആട്ടോ. പഴയിൽ നല്ല വെന്ത പഴമാകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ചോട്ട ഹെൽപ്പറും കൂടി ഇല്ലോണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. എല്ലാ പണി എനിക്ക് ഒറ്റയ്ക്ക് എടുക്കണ്ടല്ലോ, എല്ലാത്തിനും ഒരു കൈസഹായമായിട്ട് ഓളും ഉണ്ടാവും അടുത്ത് തന്നെ. പിന്നെ ഒരുപാട് ആളെൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചോദിച്ചിന്. ഹെൽത്ത് മീൻസ് കാല് പൊട്ടിയത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം സത്യം പറഞ്ഞാൽ മാറിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമും അതിൻ്റെ പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ എടുക്കാണ്ടൊന്നും ഇരിക്കലില്ല കേട്ടോ. അത്യാവശ്യം ഓർഡറിൽ എടുക്കലുണ്ട്. കറക്റ്റ് ഒരു ഫ്രൈഡേയും കൂടി വന്നാൽ 3 ആഴ്ചയായി ഒരു പ്രോബ്ലം ആയിട്ട്. അപ്പം 3 ആഴ്ചയിലും ഞാൻ വരുന്ന ഓർഡേഴ്സ് എല്ലാം ക്യാൻസൽ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ ഞാൻ എന്താ പറയുക മൊത്തത്തിൽ ഡൗൺ ആയി പോകും. അതുകൊണ്ട് ഓർഡറിൽ എടുക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരെല്ലാം സപ്പോർട്ടോടും ഹെൽപ്പോടും കൂടിയിട്ടെല്ലാം നെല്ലും ഉണ്ടാക്കി കൊടുക്കുന്നത്. വീഡിയോ എടുക്കൽ അതുകൊണ്ടാണ് കുറച്ച് കുറവ്. കാരണം എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചെയ്യാൻ കഴിയണമെന്നില്ല. കുറച്ച് മുമ്പ് വീഡിയോയിൽ കാണിച്ച ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല നീരും വേദനയിലും വന്നിട്ട് പണി കിട്ടിയിട്ടുണ്ടായിന്. ഓൾറെഡി ഇതായത് മുതലേ ഏകദേശം ഹോട്ടലിൽ നിന്നും അങ്ങനെ ഇങ്ങനെ ലൈറ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്നും ഉണ്ടാക്കേണ്ട ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ആക്കാൻ കിച്ചണിൽ കയറിയത്. അപ്പോഴേക്ക് കുറച്ച് ടൈം നിൽക്കുമ്പോഴേക്കിനെ നല്ല പെയിൻ വന്നിട്ടുണ്ടായിന്. ഇൻഷാല്ല മാറുമായിരിക്കും. ഒരു 3 ആഴ്ച ആയില്ല. എനിക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറച്ച് നേരമായ വീഡിയോയിൽ ഈ കായയുടെ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് കുറച്ചാളെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഇത് ഉന്നക്കായൻ്റെ മോഡലല്ല, സൈഡിൽ 2 അറ്റം ഇങ്ങനെ കൂർപ്പിച്ചിട്ടല്ലേ ഉള്ളതെന്ന്. നമ്മൾ പൊതുവെ ഇങ്ങനെ ആക്കല്ല കേട്ടോ. അത്യാവശ്യമുള്ള കുറച്ച് ആൾക്കാരെ ആ സൈഡ് 2 ഇങ്ങനെ എന്താ പറയുക കൂർപ്പിച്ചിട്ട് ഒരു മുന വരുന്ന രീതിയിൽ ആക്കലല്ലോ. അത് കുറച്ച് റിസ്ക്കുമാണ്. പിന്നെ ഞാൻ കുറേ ആളത് കാണലുണ്ട് നല്ല നീളത്തിൽ. പക്ഷെ അതിൻ്റെ ഫില്ലിങ്സും പറയുന്നത് കുറേ ആളതിൽ തേങ്ങ വെച്ചിട്ടും പിന്നെ തേങ്ങയും മുട്ടയും മിക്സ് ചെയ്തിട്ടെല്ലാം ഉണ്ടാക്കലുണ്ട്. നമ്മൾ ഈ RKG മണ്ടി മുന്തിരി മുട്ടപ്പണ്ടെല്ലാം വെച്ചിട്ടുള്ള ഈ കുഞ്ഞി കായട, കുഞ്ഞി മീൻസ് ആ പൈസക്കുള്ള വെറുതായിട്ടുള്ള വലുതുണ്ടാവും. പക്ഷേ ആ ഒരു സൈഡൊന്നും അങ്ങനെ കൂർപ്പിക്കാതെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കണ്ണൂർക്കാരത് പൊതുവേ കായട കാണലിട്ടാ. എൻ്റെ ഒരു കാസർഗോഡിലൊരു ഫ്രണ്ട് ഉണ്ട്. അവർ ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, നല്ല ഷേപ്പിൽ 2 സൈഡും ഒരുപോലെ നിൽക്കുന്നതന്നെ കാണാം. പക്ഷെ നല്ല റേറ്റും ഉണ്ട്. ഏകദേശം 25 രൂപയെന്ന് പോലും അവർ ഒരു കായടക്കന്നെ എടുക്കുന്നത്. അതും തേങ്ങ ചേർത്ത ഫില്ലിങ് ഉണ്ടായിട്ട്. അപ്പം നമ്മൾ ഈ ഒരു 13 രൂപക്കല്ല ഇത് ഇപ്പം കൊടുക്കുന്ന നിലവിൽ 13 രൂപക്കാണ്. അതിൻ്റെ ഇടയിൽ മീഷോന്ന് ചെറിയൊരു കൊറിയർ വന്നിട്ടുണ്ട്. 108 രൂപക്ക് ഒരു ചെറിയ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്നതും പിന്നെ ഒരു ഫേസ് റോളർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഐസ് ഇങ്ങനെ ക്യൂബാക്കിയിട്ട് ഫേസിൽ മസാജ് ചെയ്താൽ നല്ല രക്തയോട്ടം ഉണ്ടാവും എന്നെല്ലാം പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഐസ് ക്യൂബിൻ്റെ മാത്രമേ ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഫ്രീസറിൽ വെക്കാൻ വേണ്ടിക്ക് ജ്യൂസിലെല്ലാം ക്യൂബ് ഇടാൻ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് രണ്ടും കോംബോ 108 എന്ന് കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ക്രസൻറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്തിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് ഫ്രോസൺ ഐറ്റംസാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ സിൽവർ കവറിൽ കാണുന്നത് ഫ്രൈ ചെയ്ത ഐറ്റംസാണ്. അങ്ങനെ ഒരു 2 ചെറിയ ബോക്സും ബാക്കിയുള്ളത് കുറച്ച് കവറിലെല്ലായിട്ട് നമ്മളെ പഴങ്ങാടി മുട്ടം എന്നെല്ലാം പറയുന്ന സ്ഥലത്തേക്ക്, അവിടെ ചിലപ്പം വീഡിയോ കാണുന്നവരുണ്ടാവും, മുട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഡെലിവറിയാണ് കേട്ടോ ഇത് ഫുൾ ഉണ്ടായിന്. അതിപ്പം ഇത്രയും സാധനങ്ങൾ ആയിക്കഴിഞ്ഞപ്പോൾ അന്ന് ബൈക്കിൽ ഇത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഓട്ടോ അല്ലെങ്കിൽ കാറിന് വേണ്ടി വരുമെന്ന് മനസ്സിലായത്. പെട്ടെന്ന് നമ്മൾ അവർ വിളിക്കുമ്പോൾ ഇത്ര ഡെലിവറി ചാർജ് ആവുന്നതിലും പറയൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ആ ഒരു വിഷമം വരും. അപ്പം ഞാനവരത് വിളിച്ചു പറഞ്ഞപ്പോൾ അവരാവുന്ന പ്രശ്നമില്ല, എന്തായാലും സാധനം ഉള്ളതുകൊണ്ടല്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തയച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സഹകരിച്ചൊരു കസ്റ്റമറും കൂടി ആയിരുന്നു. അതും കൂടി എടുത്ത് പറയണമല്ലോ. അപ്പം ഏകദേശം വീഡിയോസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരുപാട് ആളെ ഡൗട്ടാണ്. ഇൻഷാല്ല റമളാൻ മാസമല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഓർഡർ എടുക്കുമോ അതുപോലെ വീഡിയോസ് ഇടുമെന്നെല്ലാം കുറേ ആളെ ഡൗട്ടാണ്. അപ്പോൾ ഈ ജൈത്തൂൻ്റെ ഇതുപോലത്തെ സ്നാക്സ് സംബന്ധമായിട്ടും എൻ്റെ പേഴ്സണൽ വിശേഷങ്ങളിലുള്ള വീഡിയോസ് റമളാൻ മാസം അപ്ലോഡ് ചെയ്യണോ, അതുപോലെ ഇട്ടാൽ തന്നെ നിങ്ങൾ ആരെങ്കിലും കാണുമെന്നുള്ളതിൽ നിങ്ങൾ അതിനൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇൻഷാല്ല അതുപോലെ ചെയ്യാം. നൂറിഷ്ടോ മോനെ? സീറ ഓതാൻ പഠിപ്പിച്ചട്ടെ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എന്നാ പറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിക്കും പറ ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി പറ. കുൽ ഹുവല്ലാഹു അഹദ്. കുൽ ഹുവല്ലാഹു അങ്ങനല്ല, കുൽ ഹുവല്ലാഹു ഹുവ ഹുവ അല്ലാഹു അഹദ്.
അല്ലാഹു സമദ്. ലം യലിദ്. വലം വലം യൂലദ്. വലം വലം ശരിക്കല്ല വലം യക്കുൻ ലഹു കുഫുവൻ കുഫുവൻ അഹദ്. പഠിച്ചില്ലേ? ഇൻഷാ അല്ലാ. ഇനി ഉമ്മാൻ്റെ അസ്സലാമു അലൈക്കും പറ. വലൈക്കും അസ്സലാം. ഇറങ്ങാ സമയം എത്രയെന്നറിയോ? സമയം എത്രയെന്നറിയോ? അറിയില്ലല്ലേ? 12 മണിയായിന്. 12 മണി. കിടക്കാ കിടന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ.